ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം സൺഡേ വ്ളോഗാണ് കേട്ടോ. ഇത് സൺഡേയിലെ ഒരു വീഡിയോ ആണ്. നമ്മൾ പോസ്റ്റ് ചെയ്തിടുമ്പോഴത്തേനും ഇന്നിപ്പം ബുധനാഴ്ച ആയിട്ടുണ്ടല്ലേ. അപ്പം കുറച്ച് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നേ. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് വാട്സപ്പിൽ ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചു കേട്ടോ, എന്താ ഇടാത്തതെന്നൊക്കെ രണ്ട് മൂന്ന് പേര് ചോദിച്ചേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്, എന്നാലും അവരൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞതിലൊരു സന്തോഷം കേട്ടോ. അപ്പം നമുക്ക് എപ്പോഴും ഇത് തന്നെയല്ലേ ഉള്ളിടെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കാണുന്നവർക്ക് ബോറാണല്ലോ എന്നോർത്താ കേട്ടോ ഇടാഞ്ഞത്. അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാം അങ്ങനെ ഓർത്തു. ഡെയിലി വീട്ടിലെ കാര്യങ്ങൾ മാത്രമുള്ളല്ലോ കാണിക്കാൻ. ഇനി പുതിയതായിട്ട് എന്തെങ്കിലുമല്ലേ കണ്ടന്റ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇന്ന് സൺഡേ ദിവസത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് ആകപ്പാടെ എന്തോ ഭയങ്കര ഒരു വയ്യായിരുന്നു, ഭയങ്കര ഒരു പനിക്കോള് പോലൊക്കെ ഒരു ക്ഷീണം. ആദ്യക്കുട്ടനും ഒരു പനിക്കോള് പോലൊക്കെ ആയിട്ടിരിക്കുമായിരുന്നേ. അപ്പോൾ ഒരു ജലദോഷം അടിച്ചൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതിൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എഗ്ഗ് ദോശയായിരുന്നു കേട്ടോ. എഗ്ഗ് ദോശയും ചട്നിയായിരുന്നു. അപ്പം അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. പിന്നെ രാവിലെ നിന്ന് കുളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതായിരിക്കും ഒന്നുകൂടി ഒരു ക്ഷീണം കൂടിയ പോലൊക്കെ തോന്നി. ഒരു ജലദോഷക്കോള്, വേറെ കുഴപ്പമൊന്നുമല്ല. അപ്പം പിന്നെ ഈസി ആയിട്ട് എന്നാൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്ത് ലഞ്ചിന് ചോറും കറികളും എല്ലാം കൂടെ വെച്ച് വരുമ്പോഴത്തേനും പാടാം. പിന്നെ മാത്രമല്ല എന്നാ ഉണ്ടാക്കണമെന്നും ഒരു കൺഫ്യൂഷനാണേ. ഞാൻ പറഞ്ഞല്ലോ, ഞാനെപ്പോഴും എൻ്റെ അവധി ദിവസമാണെങ്കിലും ചിലപ്പോൾ തലേ ദിവസം തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് കിടക്കുവേ എന്തേലും കിച്ചണിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒന്നും നോക്കാഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ആകെപ്പാടെ ഒരു മടിയുമാണ്. അപ്പോൾ പിന്നെ എന്നാൽ ഇച്ചിരി തട്ടിക്കൂട്ടി ഒരു ഗീ റൈസും പിന്നെ ഒരു നമ്മുടെ പനീർ മേടിച്ചിരിപ്പുണ്ടായിരുന്നേ. പനീർ ബട്ടർ മസാല ആക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മ ദേ അവിടെ ഇരുന്ന് ഫോൺ വിളിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. അമ്മയെ അവിടെ ഇരുന്ന് എന്തോ കുക്ക് ചെയ്യുവാണ്. അപ്പം എൻ്റെ അമ്മ അറിഞ്ഞില്ല ഞാൻ ഇതുപോലെ നമ്മുടെ ക്യാമറ ഓണാക്കി വെച്ചേക്കുന്നത്. അപ്പം അമ്മ പറയുന്നുണ്ട്, ലാസ്റ്റ് ഞാൻ പറഞ്ഞത്. അപ്പം അമ്മ പറയുന്നുണ്ട്, അയ്യോ എന്നെ കാണിക്കേണ്ട, ഞാൻ അഴുക്കായിട്ടായിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനത് സാരമില്ല, അതിനകത്തൂടെ കണ്ടില്ലേ, ശരിക്കും കാണത്തൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഇതിനുള്ള സാധനമെല്ലാം അരിഞ്ഞു വെച്ചു. പിന്നെ അതേ പനീറൊക്കെ ചെറിയ ക്യൂബ്സ് ആക്കി ഒന്നെടുത്തിട്ട് അതിൽ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടെ തേച്ച് മുളക് പൊടിയും കൂടെ ശകലം തേച്ച് തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് പൊടിയാക്കി അരിഞ്ഞത് നമ്മുടെ ഈ ഗീ റൈസിന് വേണ്ടിയിട്ട്. പിന്നെ ക്യാരറ്റ് ഉണ്ട്, കുഞ്ഞാക്കി അരിഞ്ഞ സവാളയുണ്ട്. പിന്നെ അതുപോലെ കറിക്ക് വേണ്ടിയിട്ട് ക്യൂബ്സ് ആക്കി അരിഞ്ഞ് പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടിയിട്ട് ക്യൂബ്സ് ആക്കി അരിഞ്ഞ സവാള, തക്കാളി, വെളുത്തുള്ളി, ഇത്ര സാധനം വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കാഷ്യുവോ അല്ലെങ്കിൽ ബദാമോ എന്തെങ്കിലും കൂടെ ചേർക്കണേ. അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, അമ്മ നമ്മുടെ KSRTCയുടെ പ്രിയദർശിനി എന്ന് പറഞ്ഞിട്ട് പുതിയ ലേഡീസിന് ഫ്രീ ആയിട്ടുള്ള അതിൽ കയറിയ കാര്യമൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പം അമ്മയ്ക്ക് ഏതായാലും അതിനുള്ളൊരു ചാൻസ് കിട്ടിയെന്ന് പറയുക. അപ്പോൾ ഈ പ്രിയദർശിനി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ബോധവും വെളിവില്ല. ഞാൻ ഓർത്ത് എന്തോ സംഭവമെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേനും കേട്ടോ ഇതാണെന്നുള്ള കാര്യം മനസ്സിലായേ. അപ്പം അമ്മ എന്തായാലും ഇതേ അവത്തെ കയറിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാമല്ലേ? നമുക്ക് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഇങ്ങനെ ലേഡീസിന് ഫ്രീയാണ്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു, അയ്യോ നമുക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു സെറ്റപ്പ്, ഒരു ഫ്രീയും ഇല്ലാത്ത എന്നിങ്ങനെ ഓർക്കുമായിരുന്നു. അങ്ങനെ ഏതായാലും നമുക്കുമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബസ്സിൻ്റെ കാര്യം പറയുമ്പം സ്കൂളിലും കോളേജിലും പഠിച്ച ഒരു ഇതാണ് കേട്ടോ. ബസ്സുകാരെൻ്റെ പൊന്നോ, നമ്മളെ കേട്ടത്തില്ല പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ബസ്സിൻ്റെ കാര്യം പറയുമ്പോഴേ അതോർത്ത്. അപ്പോൾ ഈ കുഞ്ഞ് പെൺപിള്ളേർക്കും ഫ്രീ ഉണ്ടോ ഈ പ്രിയദർശിനിയിൽ? എനിക്കറിയത്തില്ല കേട്ടോ അതിനെപ്പറ്റി, വാർത്തയൊന്നും കാണാറില്ല അധികം, അതിൻ്റെ ആയിരിക്കും. അപ്പോൾ എന്തായാലും അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ആ കാര്യമൊക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതേണ്ട ഒരാൾ ചോക്ലേറ്റും കഴിച്ചുകൊണ്ട് വന്ന് നിൽപ്പുണ്ട്. ക്യാമറ ഓണാന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇച്ചിരി ഭാഗമേ കാണത്തുള്ളൂ. എന്നാലും ഞാൻ പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞപ്പോഴത്തേനും ക്യാമറ ഓണാണ്. അപ്പോഴത്തേനും നൈസായിട്ട് ഇതേ പോയിട്ടുണ്ട് ആൾ. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ നമ്മുടെ റൈസ് ഒരു അരമണിക്കൂർ നേരമായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതേപോലെ ഒരു വലിയ പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഗീയും കൂടെ ചേർത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ കാഷ്യൂ ഒന്ന് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയേ. പിന്നെ വേണ്ട സവാളയും കുഞ്ഞാക്കി അരിഞ്ഞ പച്ചമുളകും ഇട്ടൊന്ന് ആദ്യമേ തന്നെ നമ്മുടെ മസാല ഇട്ട് പൊട്ടിക്കണമായിരുന്നേ, കറുവാപ്പട്ടയൊക്കെ അത് ഇടാൻ മറന്നുപോയായിരുന്നു. അപ്പം സവാള ഇട്ട പുറകെ അതുകൂടെ അങ്ങ് ചേർത്ത് എല്ലാം കൂടെ പൊട്ടിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൊത്തി ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി
വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ അരി ആ സമയത്തിൽ നമ്മൾ കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചതായിരുന്നു. വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് ഊറ്റി മാറ്റി വെച്ചിട്ട് അതുകൂടി ഇതിനകത്തോട് ചേർത്തിട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിം വെച്ച് ഇളക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിന് വേണ്ടുന്ന വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഈ അരി ഇങ്ങനെ വറ്റിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം എനിക്കിതിൻ്റെ കണക്കറിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വേറെ വീഡിയോയിലൊക്കെ നോക്കിയിട്ട് ബസ്മതി റൈസ് വറ്റിച്ചെടുക്കുമ്പോഴത്തേനും എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണക്ക് നോക്കിയിട്ട് 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് പിന്നെ ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടെ അങ്ങ് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അത് നമ്മുടെ റൈസ് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ റൈസിന് ഇച്ചിരി കൂടെ ഒരു വൈറ്റ് കളർ കിട്ടാനും എല്ലാം കൂടെ വേണ്ടിയിട്ട് നമ്മൾ ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കണം. ഇനിയിപ്പോഴേ ഇതൊന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേനും 1-2 വട്ടമൊക്കെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കണേ. വറ്റിപ്പോയി വെള്ളത്തിൻ്റെ കണക്ക് എനിക്ക് അറിയത്തില്ലാനുണ്ട് കേട്ടോ. പക്ഷെ ഇത് പാകമായിരുന്നു കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് മിച്ചം വെള്ളം അങ്ങനെ കേട്ടോ ഞാൻ ചേർത്തത്. അങ്ങനെ അത് അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ കാര്യങ്ങൾ കൂടെ ചെയ്യാവേ. അപ്പം കുറച്ച് സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഇതിനൊക്കെ നമ്മൾ വെളിച്ചെണ്ണ എടുക്കാനേ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിലൊന്നും ഇങ്ങനത്തെ കറികൾക്കൊന്നും പറ്റത്തില്ല. അപ്പം നമ്മുടെ ഇതുപോലെ സൺഫ്ലവറോ അല്ലെങ്കിൽ മറ്റേ വേറെ പല ഇങ്ങനത്തെ എണ്ണകളൊക്കെ ഉണ്ടല്ലോ, തവിടൻ അങ്ങനത്തെ എണ്ണകളൊക്കെ ഉണ്ടല്ലോ, റൈസ് ബ്രാൻ ഓയിൽ അങ്ങനത്തെയൊക്കെ എടുക്കാവുള്ളൂ. ഞാൻ അത് വാങ്ങാറില്ല. ഞാൻ എപ്പോഴും സൺഫ്ലവറാണ് മേടിച്ച് വെക്കുന്നത്. കേക്ക് ഉണ്ടാക്കാനോ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് സൺഫ്ലവർ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തോട് നമ്മുടെ ഈ മസാല പുരട്ടി വെച്ചിരുന്ന് നമ്മുടെ പനീർ ചേർത്ത് തിരിച്ചും മറിച്ച് വിട്ടൊന്ന് നന്നായിട്ട് 4 സൈഡ് വന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് അങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണയ്ക്കകത്തോട് ശരിക്കും പറഞ്ഞാൽ ഇത്ര എണ്ണ വേണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ അത് മാറ്റാൻ മറന്നു പോയതായിരുന്നേ. അപ്പോൾ അതിനകത്തോട് ഞാൻ കുറച്ച് നമ്മുടെ പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ, വെളുത്തുള്ളിയൊക്കെ അതുപടി തന്നെ വെച്ചാൽ മതി കേട്ടോ. കാരണം നമ്മളിതെല്ലാം കൂടി ഇനിയിപ്പോൾ വഴറ്റിയിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആ നേരത്ത് അതായിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ നമ്മുടെ റൈസ് ഒന്നുകൂടെ ഒന്ന് തുറന്നു നോക്കി. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ഒന്ന് കുക്കാവാനുണ്ട്. അപ്പം ഇനിയിപ്പോൾ ബാക്കി ചൂടിൽ തന്നെ ഇരുന്ന റൈസ് അങ്ങ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ അത്ര ഒന്ന് വാടിയാൽ മതി സവാളയെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കാവണം, തക്കാളി ഒന്ന് കുക്കാവണം. അപ്പോൾ ഇനിയുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് ഭാഗം ഇതിൻ്റെ സ്കിപ്പാക്കി. കാരണം ഫോണിനൊട്ടും ചാർജ് ഇല്ലായിരുന്നേ. അതൊരു സ്ഥിരം ഇതാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഫോണിന് ചാർജ് കാണത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചാർജ് ഫുള്ളായിരിക്കും. എന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുമായിരുന്നു. ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുമായതുകൊണ്ട്. പക്ഷേ ഈ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, നമുക്കാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണിക്കാനുമില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ഫോൺ ഓണാക്കി എടുക്കുക വീഡിയോ. അപ്പോഴാണ് ചാർജ് ഭയങ്കര കുറവും. അപ്പോൾ നമ്മുടെ റൈസ് ഇത് എവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്ത് ഇതെല്ലാം ഒന്ന് വഴഞ്ഞു വന്നപ്പം ഇതിനകത്തോടെ നമ്മൾ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, കുറച്ച് ഞാൻ ബദാം കേട്ടോ ചേർത്തേക്കുന്നത്, കാഷ്യൂ അല്ലായിരുന്നേ. പിന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടി, എല്ലാം മഞ്ഞൾപ്പൊടി, അങ്ങനെ വേണ്ട പൊടികളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി അതൊന്ന് കുക്കാവണം കേട്ടോ തക്കാളിയൊക്കെ. കാരണം ഇനി നമ്മൾ അധികം ഇട്ട് വേവിക്കുന്നില്ല. അപ്പോൾ അതെല്ലാം കുക്കായതിനു ശേഷം മിക്സി ജാറിനകത്തോട്ട് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ആക്ച്വലി പാലൊഴിച്ചാൽ മതിയായിരുന്നു കേട്ടോ. കാരണം ഇതെൻ്റെ ഒരു തട്ടിക്കൂട്ട് കറിയാണ്. ഇതിൽ ആക്ച്വലി നമ്മൾ ഒഴിക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതൊക്കെ വെക്കാൻ. ഞാനിപ്പോൾ സെക്കൻഡ് ടൈമായിട്ട് ഈ കറി വെക്കുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നില്ല, പാലും കുറവായിരുന്നു. ഞാൻ അതുപോലെ ഇതിന് വേണ്ട മെയിൻ ഒരു സാധനമാണ് കസൂരി മേത്തി. ഇതൊന്നും ഇല്ലാത്തൊരു തട്ടിക്കൂട്ട് കറി കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് ബാക്കി കേട്ടോ പാല് ചേർത്ത്. പാല് ചേർക്കണം കുറച്ചേ ഉള്ളേലും, അല്ല ഇതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല. ഒരു ഫ്രഷ് ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരണമല്ലോ. അപ്പം പാലും വെള്ളവും എല്ലാം കൂടെ ചേർത്ത് പാകത്തിന് വെള്ളമാക്കി നമ്മളിത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ പനീറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി പിന്നെ അത് കുക്കാവാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ തിളപ്പിച്ചെടുത്തപ്പോഴേ നമ്മുടെ പനീർ ബട്ടർ മസാല, ബട്ടറിന് പകരം നെയ്യ് കേട്ടോ ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല, തട്ടിക്കൂട്ട് പനീർ ബട്ടർ മസാല കേട്ടോ. അതിനകത്ത് ഇച്ചിരി മല്ലിയില അതൊക്കെ ഇടേണ്ടതായിരുന്നു. അതൊന്നും ഞാൻ ഉണ്ടാക്കാതെ ഈസി പരിപാടി നോക്കി കേട്ടോ. സാധനങ്ങൾ ഇനി വേണ്ടുന്ന ഒന്നും വാങ്ങിക്കാതെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട്, സൺഡേ സ്പെഷ്യൽ പോലൊരു തട്ടിക്കൂട്ട് ഗീ റൈസും പനീർ ബട്ടർ മസാല അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ സംഭവം കൊള്ളായിരുന്നേ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതേണ്ട നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അകത്ത് ദേണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും. കാരണം ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നേരെ ദേണ്ട ഫുഡൊക്കെ വിളമ്പി എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ സ്കൂള് തുറക്കുന്നിടം വരെ ആദ്യക്കുട്ടൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യക്കുട്ടൻ ജലദോഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമുക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. സ്കൂള് തുറന്നതേ അതേണ്ട ജലദോഷവും ഓരോരോ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് വന്നിട്ടുണ്ട്, എല്ലായിടത്തും അങ്ങനെയാണല്ലോ ജലദോഷമൊക്കെ. പിന്നെ എല്ലാവർക്കും മാറി മാറി വരും. അങ്ങനത്തെ ഞാൻ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ എല്ലാവരും ഇരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യക്കുട്ടനും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നാളെ സ്കൂളിൽ പോകുമ്പോഴും, ഇതിപ്പോൾ സൺഡേ ആണല്ലോ, മൺഡേ സ്കൂളിൽ പോകുമ്പോഴും ഇത് മതിയെന്നൊക്കെ ആരും പറയുന്നുണ്ട്. അപ്പം ഞാൻ നല്ല ആസ്വദിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേട്ടോ അവന് വെള്ളം വേണമെന്ന് പറഞ്ഞു. അതാട്ടോ ഞാൻ പെട്ടെന്നൊന്നും ഇങ്ങനെ ആക്കിയത്. അവന് വെള്ളവും കൂടെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ കുറേ തുണി അലക്കാനിട്ടിട്ടുണ്ട് മെഷീനിൽ. അപ്പം അതെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ലോഡ് തുണി അവിടെ കിടപ്പുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് കഴുകിയതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം മാറ്റി അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പഴയ തുണി മെഷീനിൽ കിടന്ന തുണിയും വിരിച്ച് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് ഉറങ്ങാനായിട്ട് ഉള്ള പരിപാടിയുണ്ട്. അപ്പം ഞാൻ ആദ്യം വിളിച്ചുകൊണ്ടിരിക്കുക, മോനെ ഒന്ന് കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അച്ഛൻ ഓൾറെഡി കയറി കിടന്നിട്ടുണ്ട്. ഇവൻ വരത്തില്ല, ഇവൻ എന്തേതാ കിടക്കത്തില്ല. അപ്പോൾ ഞാൻ കുറച്ചു നേരം അവിടെ അവനെ ഇരുന്ന് വിളിച്ചിട്ട് പിന്നെ ഞാൻ കയറി കിടക്കാൻ പോയി കേട്ടോ. അപ്പോൾ പിന്നെ അവനും പുറകെ വരും. ആരും ഇല്ലാതെ ഞങ്ങൾ രണ്ടുപേരും കയറി കിടക്കുവാണെങ്കിൽ ആദ്യക്കൂട്ടം വരും കേട്ടോ, ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ചു നേരം അവനെ വിളിച്ചിട്ട് ഞാൻ പോയി കിടന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെല്ലാവരും കയറി നല്ല സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എഴുന്നേറ്റപ്പോഴത്തേനും. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം ആദ്യക്കുട്ടിയെ ഇരുത്തി കൊഞ്ചിക്കും കേട്ടോ. അവന് ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ ഏറ്റപ്പോഴത്തേനും കണ്ടു എൻ്റെ കണ്ണിനൊരു ഇടിമിച്ച പോലെ ഒരു തോന്നൽ. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ നോക്കിയിട്ട് തോന്നുന്നില്ല. അന്നേരം ഏറ്റപ്പോൾ എൻ്റെ റൈറ്റിലെ കണ്ണൊരു കുഞ്ഞായി പോയാലൊരു ഫീൽ എനിക്ക് തോന്നി കേട്ടോ. റൈറ്റ് അല്ല, ലെഫ്റ്റ്, ഇടത്ത് കണ്ണായിരുന്നു കേട്ടോ. ഇടത്ത് കണ്ണിനൊരു ചെറിയ തടുപ്പ് പോലൊക്കെ തോന്നി, ഇടുമൽ പോലൊക്കെ തോന്നി കേട്ടോ. ചിലപ്പോൾ കൂടുതലേരം കിടന്ന് ഉറങ്ങിയോണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും എഴുന്നേറ്റ് ആദ്യക്കുട്ടനെ കൊച്ചിനെ വേണമെന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. ആദ്യക്കുട്ടൻ ചില സമയം ഇങ്ങനെ കൊഞ്ചിരിക്കാൻ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ ചിലപ്പോൾ കളിയാക്കും, കളവനായി ഇനി ഇരുന്ന് കൊഞ്ചുവാന്ന് പറഞ്ഞോണ്ട്. അങ്ങനെ അതേ ആദ്യക്കുട്ടനെ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ട് അച്ചടിയെ കൊടുത്തിട്ട് ഞങ്ങൾക്കുള്ള കാപ്പി ഇടുവാണ്. പിന്നെ നമ്മൾ പാലിരിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ആദ്യക്കുട്ടനെയും കട്ടൻ കാപ്പിനെ കൊടുക്കാമെന്ന് ഓർത്ത്. കാരണം ഓൾറെഡി ഒരു കഫം കെട്ട് പോലൊക്കെ ഒരു ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ പാല് കൊടുക്കുകയും വേണ്ടെന്ന് ഓർത്ത് അവനോട് ശകലം കട്ടൻ തന്നെ അങ്ങ് വെച്ച് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു നമ്മുടെ കുഞ്ഞുവാവ ഉണ്ടായ കാര്യം, ശില്പയ്ക്കും അപ്പൂനെ. അങ്ങനെ അവർക്കൊരു ബോയ് ബേബി കേട്ടോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും ഗേൾ ബേബി ആയിരിക്കും എന്നാട്ടോ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. ആരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ പോലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് വയറിൻ്റെ ഒരു ഷേപ്പും അങ്ങനെയൊക്കെ വെച്ചിട്ട് എൻ്റെ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ആദ്യക്കുട്ടൻ ഉണ്ടാകുന്ന നേരത്ത് നമ്മൾ ഗേൾ ബേബിയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഉണ്ടായപ്പോഴത്തേനും പറ്റിച്ചു കേട്ടോ. 2 ചെക്കന്മാരും അതെ പറ്റിച്ചു, ബോയ് ബേബിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞു ചെറുക്കനെ കാണാനൊക്കെ നമുക്ക് പോകണം. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ വരും കേട്ടോ. അതിന് ദിവസമൊന്നും ആയിട്ടില്ല, 28 ആകുമ്പോഴത്തേനും നമുക്ക് പോകണം എന്നൊക്കെ ഓർത്തത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ എന്നാ കാര്യവും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നടക്കത്തില്ല കേട്ടോ എൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ പ്ലാനൊന്നും ചെയ്യുന്നില്ല. അന്നേരം പറ്റുമെന്നുണ്ടെങ്കിൽ പോകാം എന്നൊരു ഇതിലിരിക്കുവാണ്. കാരണം ഇവർക്കാണെങ്കിലും സ്കൂളും ഓഫീസും ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ കൊച്ചിറക്കനെ കുഞ്ഞാവനെ കാണണമെന്നുള്ള ഇങ്ങനെ കൊതിച്ചിരിക്കുകയും കൂടെ കേട്ടോ. ഞാൻ അപ്പച്ചയാണല്ലോ, ഫസ്റ്റ് ടൈം അപ്പച്ചയായതാ. അപ്പം അതിൻ്റെ ഇതിലേക്ക് ഇരിക്കുക കേട്ടോ. അപ്പം ഞങ്ങളിതേ കാപ്പി കുടിക്കുന്നപ്പോഴത്തേനും എൻ്റെ കാപ്പി ഇവിടെ ഒരാൾ കാരണം ഇതേണ്ട തട്ടി മറിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബിസ്ക്കറ്റ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡാണ് എന്നെ വിളിച്ച് അതിൻ്റെ അപ്പുറത്തിരുന്ന ബിസ്ക്കറ്റ് എടുത്തതാണ്. കാപ്പി എല്ലാം കൂടെ മറിഞ്ഞു പോയി. അപ്പം എൻ്റെ കാപ്പി മനഃപൂർവ്വം തട്ടി കളയിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിരിക്കും. അപ്പം എൻ്റെ ഇടയ്ക്ക് എൻ്റെ കൊച്ചു പാവം എനിക്ക് കൊണ്ടുവന്ന് അമ്മ കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കാപ്പി തന്നിട്ട് പോയ സീനായിരുന്നു കേട്ടോ കണ്ടത്. ആദ്യക്കുട്ടൻ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ, പാവം. അപ്പം കഴിഞ്ഞൊരു വീഡിയോയിലാന്ന് തോന്നുന്നു ആദ്യക്കുട്ടൻ കാപ്പി ചായ മറിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഇതുപോലെ നേരെ തിരിച്ച് ഞാനാട്ടോ കാപ്പി മറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ഞാൻ എൻ്റെ കാപ്പി ചായ കൂടി ആദ്യക്കുട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ചെയ്യുന്ന പോലെ തിരിച്ച് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പം എൻ്റേത് പറഞ്ഞപ്പോഴേ കൊണ്ടുവന്ന് ആദ്യക്കുട്ടൻ അവൻ്റേത് അമ്മ കുടിച്ചോളാൻ പറഞ്ഞ് തന്നതാണ്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ എല്ലാം ക്ലീനാക്കി തുടച്ചെല്ലാം കഴിഞ്ഞിട്ട് രാവിലത്തെ നമ്മുടെ ഉച്ചക്കത്തെ നമ്മുടെ ഗീ റൈസും പനീർ ബട്ടർ മസാല ഇരിപ്പുണ്ട്. ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളത്തെ ഇനി ഇരിപ്പുണ്ട്. നമുക്ക് എന്നാ സാധനം വെച്ചാലും ഇവിടെ മിച്ചമാകും കേട്ടോ, എത്ര ക്വാണ്ടിറ്റി കുറവ് വെച്ചെന്ന് പറഞ്ഞാലും. പിന്നെ സാരമില്ല, നാളെ ഞാൻ കഴിച്ചോളാം എന്ന് ഓർത്തു. അപ്പം നാളെ എനിക്ക് ഉച്ചയ്ക്ക് ചോറ് വെക്കണ്ട, ഇവർക്കുള്ളത് മാത്രം എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിട്ടാൽ മതി. അപ്പം ഞാൻ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പിന്നെ അതേ എനിക്ക് വാതിക്കൂടിനോടെ കുറച്ച് കഴിക്കാമെന്ന് ഓർത്ത് എടുത്ത കേട്ടോ. അപ്പോൾ അവന് 1-2 വായൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ബാക്കി ഫുള്ള് ഞാൻ അവിടെ ഇരുന്ന് നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഇവിടെ എന്നെ എപ്പോഴും കളിയാക്കും, അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നല്ലതല്ലേ, നമുക്ക് ചില സാധനങ്ങൾ എനിക്ക് അങ്ങനെ കേട്ടോ ഞാൻ തന്നെ വെക്കുന്ന ഇഷ്ടം. അതുപോലെ എനിക്ക് ഓരോ ഇപ്പം മീൻ വറക്കുന്നത്, അതുപോലെ ചില കറികളൊക്കെ എനിക്ക് പുതുപ്പള്ളിയിൽ ഇഷ്ടം കേട്ടോ. കപ്പ പുഴുക്കുകളൊക്കെ അതൊക്കെ എനിക്ക് കൂപ്പള്ളിയിലേക്കാട്ടിലും പുതുപ്പള്ളിയിൽ അമ്മ വെക്കുന്ന ഇഷ്ടം. അതേസമയം അച്ചാറ്, പിന്നെന്താണ് മറ്റേ ചില സാധനങ്ങളുണ്ട് അതെനിക്ക് പുതുപ്പള്ളിയിലേക്കാട്ടിലും എൻ്റെ അമ്മ ഗിരിജാമ്മ വെക്കുന്നതായിട്ടോ ഇഷ്ടം, കൂപ്പള്ളിയിലെ അമ്മ. അങ്ങനെയൊക്കെ ഓരോരോ ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തരും വെക്കുന്നതിന്. അപ്പം ഇങ്ങനത്തെ ചില ഫ്രൈഡ് റൈസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വെക്കുന്ന ചില സാധനങ്ങളോടാട്ടോ എനിക്കിഷ്ടം. അങ്ങനെ അതെല്ലാം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞതേ കുറേ നേരം ആദ്യക്കുട്ടൻ്റെ കൂടെ കളിച്ച് കേട്ടോ. അവ എപ്പോഴും എന്നെ വന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവേ. അവനെ കളിക്കാനായിട്ട് ആരും കൂട്ടില്ലാത്തതുകൊണ്ട് കളിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ നേരം അവന് സന്തോഷം ആടുന്നോട്ട് അവൻ്റെ കൂടെ ഞാൻ കളിയും നടന്നു കേട്ടോ. കുറച്ച് കളിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും, കാരണം ഒരിടത്ത് ഇരുന്നുള്ള കളിയല്ല. ഇരുന്നുള്ള എന്തെങ്കിലും കളിയാണെങ്കിൽ ഓക്കെ. ഇവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓടിച്ചാടി നടന്നുള്ള കളി എന്നെ കൊണ്ട് കളിപ്പിക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഓർക്കൊരു എക്സസൈസും ആകും, ഞാനിവിടെ വെറുതെ ഇരിക്കുവാണല്ലോ. അങ്ങനെ ഓർത്ത് കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവന് നാളത്തേനുള്ള ഒരു ഹോംവർക്ക് കൂടെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ, കളറടിക്കാനൊക്കെ. അപ്പം അതൊക്കെ അവനെ കൊണ്ട് അവിടെ ഇരുത്തി ചെയ്യിച്ച് ആ നേരത്ത് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് പെറുക്കി വെച്ച തുണി മുഴുവൻ കിടപ്പുണ്ടായിരുന്നേ. അപ്പം ഇതങ്ങ് മടക്കി വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം നാളെ അടുത്തത് വിരിച്ചിട്ടിട്ടുണ്ട് അയയിൽ, അതെല്ലാം കൂടി ആയിരിക്കും അടുത്തത് ഇനി മടക്കാൻ വരും. അതുകൊണ്ട് കയ്യോടെ ആദ്യത്തെ സെറ്റ് അങ്ങ് മടക്കി വെച്ച് അത് ഞാൻ അന്നുള്ളത് ഇങ്ങനെ മടക്കി വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര ഒരു മടി വരും ചില സമയം. അപ്പം ഇങ്ങനെ കൂട്ടി വരും, അത് നമുക്ക് അതിലും വലിയ ഇരട്ടിപ്പണിയാണല്ലോ. അപ്പം ഞാൻ കയ്യോടെ അന്നുള്ളതങ്ങ് മാക്സിമം അങ്ങ് മടക്കി വെക്കാൻ നോക്കുക. പിന്നെ മടക്കുമ്പോൾ ഞാൻ ഓരോരുത്തരുടെയും തുണി സെറ്റാക്കി അങ്ങ് മടക്കി വെക്കും. അപ്പോൾ നമുക്ക് നേരെ അലമാരിലോട്ട് എടുത്ത് വെക്കാനും എളുപ്പമുണ്ടല്ലോ. പിന്നെ ഇരുന്ന് തിരഞ്ഞ് പിറക്കൊന്നും വേണ്ട. അപ്പം ഞാൻ എൻ്റേത് വെക്കുവാണെങ്കിൽ എൻ്റേത് തന്നെ അടുപ്പിച്ചങ്ങ് വെക്കും. അങ്ങനെയൊക്കെ ആട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമുക്ക് രാത്രിയിലത്തേന് ചോറുണ്ടായിരുന്നില്ലേ. ഇന്നിപ്പം നമ്മുടെ മറ്റേ ഫ്രൈഡ് റൈസ് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ഗീ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ചോറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് അരി അങ്ങ് അടുപ്പയിലോട്ടിട്ട് ഞാൻ ഇൻഡക്ഷനിലാട്ടോ വെള്ളം തിളപ്പിച്ച് കുക്കറിലോട്ട് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിസിലടിക്കുവേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേണ്ട നമ്മുടെ വിസിലടിച്ചു. ആ ചായ എടുക്കാൻ പോയ നേരം കൊണ്ട് വിസിലടിച്ചു കേട്ടോ. അപ്പം നമ്മളിന്ന് പാല് കുടിച്ച് പാൽ ചായ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കട്ടനായിരുന്നല്ലോ. അപ്പം മൊത്തത്തിൽ ഇന്ന് ആദിക്കും എടുത്ത് കൊടുത്തേ. ഇപ്പോൾ കനം കുറച്ച് കൊടുക്കാം, പാലായിട്ട് കൊടുക്കണ്ടെന്ന് ഓർത്ത് ഞങ്ങളുടെ കൂടെ തന്നെ ചായ ആയിട്ട് എടുത്ത് ആദിക്കുട്ടനും എടുത്തു. അപ്പം ആ നേരം കൊണ്ട് കണ്ടു കുക്കർ അടിച്ചായിരുന്നേ. പിന്നെ അതെന്താ കുറച്ച് രസം വെക്കാമെന്ന് ഓർത്ത് പുളിയൊക്കെ എടുത്ത് വെള്ളത്തിലങ്ങ് ഉപ്പും ചേർത്ത് വെച്ചിട്ട് പോയി. പിന്നെ നേരെ എൻ്റെ ബീൻസ് മെഴുക്ക് വരട്ടി, ഇവിടെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ ബീൻസ് മെഴുക്ക് വരട്ടി, നല്ല എരിവിട്ട് ചുമന്ന കളറിൽ ബീൻസ് മെഴുക്ക് വരട്ടി. പിന്നെ വൻപയർ തോരൻ, ചെറുപയർ തോരൻ, ഇങ്ങനത്തെ പയർ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഈ ബീൻസ് എന്ന് പറഞ്ഞ സാധനമേ കണ്ടുകൂടാ. വൻപയറും ചെറുപയറും ഒക്കെ കുഴപ്പമില്ല. എനിക്കും എന്നെ പോലെ തന്നെ കേട്ടോ ആദ്യക്കുട്ടനും ബീൻസിൻ്റെ ഒരു തരി വായിലോട് ചെല്ലുമ്പോഴേ ഇഷ്ടമല്ല. പക്ഷേ ബീൻസ് എന്തോ ആട്ടിറച്ചിയുടെ ഗുണമാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പം അതൊക്കെ കേട്ടതിൻ്റെ പേരിൽ ഞാനും ഇപ്പം തുള്ളിയൊക്കെ ആദ്യയുടെ വായിൽ എങ്ങനെയും കൊടുക്കും. ഞാനും അതൊരു ശകലമൊക്കെ കഴിക്കും കേട്ടോ. അപ്പം അതായത് ബീൻസ് എല്ലാം അടുപ്പയിലൊന്ന് മെഴുക്കുവരട്ടിയാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നാളത്തേനുള്ള പരിപാടികളെല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് വെക്കും. അപ്പം അതിൻ്റെ കൂടെ രസവും ഇപ്പുറത്തെ അടുപ്പയിലായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ആക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രി വെച്ചല്ലേ, അപ്പോൾ അതുപടി തണുക്കുമ്പോഴേ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കുവാണെങ്കിൽ നാളത്തേനും കൂടെ ആകും. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് എരിവുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ ഒരു കുഞ്ഞി കൈയുടെ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അവന് വലിയ ഇഷ്ടമാണ്. പക്ഷെ വലിയ പേടിയാണ്, പൊള്ളുവോ എന്നിങ്ങനെ നോക്കി നിന്നിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആദ്യക്കുട്ടനും കൊടുത്ത് അങ്ങനെ രസം ഓക്കെ ആയി. ബീൻസ് മെഴുക്കുവരട്ടി ഓക്കെ ആയി. പിന്നെ അതേ നാളത്തേന് ആദ്യക്കുട്ടന് ഇന്ന് വെച്ച പോലത്തെ ഗീ റൈസ് മതി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും സവാളയെല്ലാം ഒന്ന് അരിഞ്ഞ്, പിന്നെ ഇവർക്ക് നോണൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ പനീർ ആണേലും രാവിലെ വെച്ച് കൊടുക്കാൻ പാടുവാണ്. അപ്പം പിന്നെ പനീർ അവന് വലിയ താല്പര്യവുമില്ല. അപ്പോൾ പിന്നെ സോയാബീൻ ഫ്രൈ ആക്കാം. ഇവനൊന്നും വേണ്ട, റൈസ് മാത്രം മതിയെന്നായിരുന്നു കേട്ടോ പറഞ്ഞത്. പിന്നെ സോയാബീനോട് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്ത് അതും തിളയ്ക്കാൻ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നേ.
പിന്നെ രാവിലെ ഹസ്ബൻഡിന് ചപ്പാത്തി മതി. അപ്പം പിന്നെ നമുക്ക് ദോശമാവ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, ഇഷ്ടം പോലെ ദോശയൊക്കെയോ ഇഡലിക്കോ മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ചപ്പാത്തി ഹസ്ബൻഡിന് കൊണ്ടുപോകാൻ മാത്രമുള്ള ചപ്പാത്തി മതി, 4 മതിയായിരുന്നു. കഴിച്ച് വന്നപ്പോൾ 5 സാരമില്ല, ഒരെണ്ണം ആദ്യക്കുട്ടന് സ്നാക്കായിട്ടും കൊടുത്തു വിടാൻ വേണേൽ. അങ്ങനെ എന്തായാലും കറക്റ്റ് മാവ് ഞാൻ എടുത്തിട്ടത് കൂടിപ്പോവോ എന്ന് ഓർത്താണ്. മാവ് ചപ്പാത്തി മാവിൻ്റെ കണക്കറിയത്തില്ല, ഞാനൊരു ഊഹത്തിന് അങ്ങ് കുടഞ്ഞിടുക എപ്പോഴും. അപ്പോൾ അതേതായാലും പാകത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ മോതിരമൊക്കെ ഊരി വെച്ചിട്ടാണ് മാവ് എപ്പോഴും കുഴയ്ക്കുന്നത്, അതാണ് ഞാൻ കയറ്റിയിട്ട്. കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ ഞാൻ മോതിരം അവിടെ ഇട്ടിട്ട് മറന്നുപോയെന്നെ. പിന്നെ ഞാൻ കൈയോടെ എടുത്ത് കൈ കഴുകിയിട്ട് മോതിരം ഇട്ടതാണ്. ഒരു തരിയുള്ളതിലും ഗോൾഡിനൊക്കെ എന്നാ റേറ്റാണ്, പോയാൽ പോയില്ലേ. അതുകൊണ്ട് പെട്ടെന്ന് അതെടുത്ത് അങ്ങ് കയ്യിലിട്ടിട്ട് തന്നെ സോയാബീനെല്ലാം അരിഞ്ഞങ്ങ് റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ എടുത്ത് നേരെ കുക്ക് ചെയ്താൽ മതി. അങ്ങനെ എൻ്റെ രാവിലത്തേനും രാത്രിയിലത്തേനും എല്ലാം ഉള്ള സകല പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ഏറ്റി ചെയ്യാം, ഓരോന്നെടുത്ത് നേരെ കുക്ക് ചെയ്താൽ മതി, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അരിയണം, ഏത് ചെയ്യണം, എന്ത് തുടങ്ങണം എന്നൊരു ചിന്തയാണല്ലോ. ഇതാകുമ്പോൾ നമ്മൾ എല്ലാം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മടിയില്ല, മീൻസ് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നേരെ എടുത്തങ്ങ് കുക്ക് ചെയ്താൽ മതി. ഞാനാണെങ്കിലും ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നേരെ എടുത്തങ്ങ് കുക്ക് ചെയ്താൽ മതി, കൂടുതൽ ചിന്തിച്ചോണ്ട് നിൽക്കണ്ട. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം കൂടെ ആദ്യക്കുട്ടിൻ്റെ കൂടെ അവിടെ പോയിരുന്നോരോന്നൊക്കെ പറയുവാണ്. ഇനിയിപ്പോൾ എന്താണ്, നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, അതൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ രാത്രി ദോശയാക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് മാവ് ദോശ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ദോശ മതി. അപ്പം ഞാൻ കഴിക്കുന്ന കണ്ട് ആദിക്കും ദോശ മതി എന്ന് പറയുവേ. അതുകൊണ്ട് പിന്നെ എനിക്ക് ചുട്ടപ്പോഴത്തേനും ആദിക്കൂടെ ഒരെണ്ണം എക്സ്ട്രാ ചുട്ടു. അപ്പോൾ ഞാൻ എഗ്ഗ് ദോശയായിട്ട് ചുടാൻ ഓർത്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് എഗ്ഗ് ദോശ. ഇച്ചിരി ഒരു മുട്ടയൊക്കെ ഇങ്ങനെ മണ്ടയിലോട്ട് ഒഴിച്ച് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും സവാളയൊക്കെ കൂടി ഇട്ടാൽ നല്ല കേട്ടോ. അപ്പം എനിക്ക് അതും ആക്കി. ഇനിയിപ്പോൾ എന്താണ്, ഞങ്ങളെല്ലാം ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നേരെ കയറി കിടന്നുറങ്ങണം. അപ്പം ഒരു കട്ടൻ കാപ്പി ഇട്ട് ഇനി ഹസ്ബൻഡിന് കൊടുക്കണം, അത് മസ്റ്റാണല്ലോ രാത്രി. എനിക്കിന്നിപ്പോൾ എന്തായാലും വേണ്ടാന്ന് വെച്ചു കേട്ടോ. കട്ടൻ കാപ്പിയൊക്കെ ഇച്ചിരി ഒഴിവാക്കാമെന്ന് ഓർത്തു. അങ്ങനെ കുറച്ച് ചോറ് മിച്ചം ഉണ്ടായിരുന്നു, കുറച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്തു, കാപ്പി എടുത്തു. ബൈ.